ബഹളം വേണ്ട, വസ്തുതകൾ സംസാരിക്കട്ടെ. പാർലമെന്റിന് മോദിയുടെ നിർണായക സന്ദേശം. പ്രതിപക്ഷ നേതാക്കളെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഉണ്ടായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായിരിക്കെ തന്നെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരേപോലെ തന്നെ നിർണായക സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. സഭയെ മുദ്രാവാക്യങ്ങളുടെയും ബഹളങ്ങളുടെയും വേദിയാക്കാതെ രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന അർത്ഥവത്തായ ചർച്ചകളിലൂടെ തന്നെ വേദിയാക്കണമെന്നതാണ് എംപിമാരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പാർലമെന്റിന്റെ ആദ്യ ദിനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി വസ്തുതകളിലും ആശയവിനിമയത്തിലുമാണ് എന്ന കൊടുങ്കാറ്റ് അവിടെ അത്തരത്തിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കേണ്ടതില്ല എന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചത്. മഴക്കാലം ഭൂമിക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ വർഷകാല സമ്മേളനം രാജ്യത്തിന്റെ പുരോഗതിക്ക് ഊർജം പകരേണ്ടതാണ് എന്നും മോദി പറഞ്ഞു. സഭയിൽ ശക്തമായ വാദങ്ങളും വ്യക്തമായ വസ്തുതകളും ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ബഹളങ്ങളുടെ ആവശ്യമില്ല എന്നും ഓരോ അംഗത്തിന്റെയും ശബ്ദത്തിനും പാർലമെന്റിൽ ഇടം ലഭിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ വികസനത്തിനും ജനക്ഷേമത്തിനുമായി തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സഹകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കണമെന്നും അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രിയാകട്ടെ ഇന്ത്യയുടെ അതിവേഗം വളരുന്ന ബഹിരാകാശ മേഖലയും സ്വകാര്യ സ്റ്റാർട്ടപ്പിന്റെ മുന്നേറ്റത്തെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിർണായക ബില്ലുകളിലും ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലും ചർച്ചയാകുന്ന സാഹചര്യത്തിൽ പാർലമെന്റിൽ ഫലപ്രദമായി തന്നെ പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി മോദി നൽകിയിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത രാഷ്ട്രീയ പരിഹാസമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാവിന്റെ പേര് പരാമർശിക്കാതെ തന്നെ 56 വയസ്സുള്ള ഒരു യുവാവെന്നും വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ ഒളിയമ്പ്. വസ്തുതാപരമായ ചർച്ചകളിലൂടെയും ബഹിരാകാശ രംഗത്തെ കുതിപ്പിലൂടെയും രാജ്യം കൈവരിക്കുന്ന വളർച്ചയുടെ ഊർജം പാർലമെന്റ് സമ്മേളനത്തിലും പ്രതിഫലിക്കണമെന്നായിരുന്നു അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം. മാത്രമല്ല, പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷകാല സമ്മേളനത്തിൽ സർക്കാർ നിരവധി പ്രധാന ബില്ലുകൾ അവതരിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതിനു മുൻപേ തന്നെ പുറപ്പെടുവിച്ച ഓർഡിനൻസുകൾക്ക് പകരമായി തന്നെ ആദായ നികുതി ഭേദഗതി ബില്ലാകട്ടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സുപ്രീം കോടതി ഭേദഗതി ബിൽ 2026 ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 തന്നെ ഉയർത്തും. ദേശീയ ബഹുമതി അപമാനിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 ദേശീയ ഗാനമായ വന്ദേ മാതരത്തിന് നിയമപരമായ പരിരക്ഷ നൽകും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ല് 2026 അത് വൈകിയുള്ള രജിസ്ട്രേഷനുള്ള പിഴകളും നിയന്ത്രണങ്ങളും കർശനമാക്കും. മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 അതേപോലെ തന്നെ മറ്റ് സാമ്പത്തിക ആശ്വാസം നൽകുന്നതിനും ബിസിനസ് എളുപ്പമാക്കുന്നതിനും പരിരക്ഷകൾ അവതരിപ്പിക്കുന്ന ചില ബില്ലുകൾ. അതേപോലെ വിദേശ സംഭാവന ഭേദഗതി ബില്ല് 2026 വിദേശ സംഭാവനകളുടെ ഉപയോഗം കർശനമായി തന്നെ നിരീക്ഷിക്കും. ഡെവലപ്മെന്റ് ഇന്ത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ബിൽ 2025 UGC അതേപോലെ തന്നെ NCERT എന്നിവയ്ക്ക് പകരമായി തന്നെ ഒരു നിയന്ത്രണ അതോറിറ്റി സൃഷ്ടിക്കപ്പെടും. ഇത് തുടങ്ങിയ നിരവധി ബില്ലുകളാണ് ഇനി ഒരു വർഷകാല സമ്മേളനത്തിൽ ഇവിടെ അവതരിപ്പിക്കാനിരിക്കുന്നത്. ആയതിനാൽ തന്നെ മോദിയാകട്ടെ ഇവിടെ ബഹളം വേണ്ട, അതിന് പകരമായി തന്നെ കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി തന്നെ മാനിക്കണമെന്ന ഒരു സന്ദേശം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.